വരും നമുക്ക് അല്പസമയത്തേക്ക് പരദൂഷണ കമ്മിറ്റി ഓഫ് കേരളയാകാം. ആൻഡ് ഇതൊരിക്കലും നമ്മുടെ പോക്ക് എപ്പിസോഡ് അല്ല കേട്ടോ. കാരണം ഇത് നിങ്ങളെ ഒരിക്കലും എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി എടുത്തേക്കുന്ന ഒരു ടോപ്പിക്കല്ല. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ കമ്മിറ്റിയിൽ ചർച്ചാ വിഷയമാകുന്നത് മറ്റാരുമല്ല, പേർളി മാണി ആൻഡ് മറീന. ആ ഒരു ഇഷ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കമ്മിറ്റിയിൽ ചർച്ചാ വിഷയമാകുന്നത്. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്ത് ഞാൻ ലാസ്റ്റ് ആണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷമാണെങ്കിൽ ആരോ ഇതിനകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എടാ നീ ഈ വിഷയങ്ങൾ പൂർണ്ണമായിട്ട് അറിഞ്ഞതിന് ശേഷം റിയാക്ട് ചെയ്യും, പേർളി മാണിയുടെ ഒരു റിപ്ലൈ വന്നിട്ടുണ്ടോ, തൻ്റെ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഇട്ട വീഡിയോയ്ക്കകത്ത് ഈ പറയുന്ന പോലെ പേർളി മാണി ചെയ്തേക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്നും പേർളി മാണിയെ തൂക്കി കൊല്ലണമെന്നും ഒന്നുമല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. ആ പേർളി മാണിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഈ പറയുന്ന പോലെ മീഡിയ ഫീൽഡിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അതിനെ പറ്റിയിട്ട് കൂടിയാണ് ഞാൻ അതിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾക്ക് ആരോടെങ്കിലുമൊക്കെ ഒരു ഈ മീഡിയ ഫേസിൽ നിങ്ങൾ കാണുന്ന പല ആളുകളുടെ അടുത്തും നിങ്ങൾക്ക് ഒരു ആരാധന, ഇഷ്ടം, അധികമായിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നാം. അതൊരിക്കലും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ അവരും റിയൽ ഹ്യൂമൻസ് ആണ്. അവർക്കും ഈ എല്ലാ മനുഷ്യനുണ്ടാകുന്ന പോലത്തെ മോശവശങ്ങളും നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആരാധന മൂത്ത് നിൽക്കുന്ന ഒരാളെ പറ്റിയിട്ട് ഒരു മോശമായിട്ട് അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ചെയ്തു എന്നുള്ള സംശയം നിങ്ങൾക്ക് നിൽക്കുമ്പോൾ അയാൾ ഒരിക്കലും തെറ്റുകാരല്ല എന്ന് വാദിക്കാനായിരിക്കും നിങ്ങൾ കൂടുതൽ ശ്രമിക്കുക. അത് നിങ്ങളുടെയും തെറ്റല്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ബ്ലൈൻഡായി പോകരുത് എന്നുള്ളത് മാത്രമേ പറയുള്ളൂ. അപ്പം നമുക്ക് ഈ പേർളി മാണി ആണെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഇതിനൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇത് അന്ധമായിട്ട് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഒപ്പം ഇതിന് ശേഷമാണെങ്കിൽ മറീനയുടെ ഒരു വോയിസ് ക്ലിപ്പ് നമ്മുടെ വിവി ഹിയർ എന്ന് പറയുന്ന ചാനലിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പേർളി മാണിയുടെ ഈ ഒരു ഇട്ടേക്കുന്ന പോസ്റ്റിനകത്തിൽ ഈ പാരഗ്രാഫിൽ ആദ്യം പറയുന്നതെന്ന് വെച്ചാൽ, അന്ന് ഈ ഒരു 2017 ടൈമിൽ ഈ ഒരു ഷോ നടക്കുന്ന ടൈമിൽ, അതായത് അന്ന് ഈ പറയുന്ന പോലെ മറീന ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്ന ഗസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് പേർളി മാണി എനിക്ക് അയാളുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോയി എന്നുള്ളതാണല്ലോ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അന്ന് നടന്നിട്ടുള്ളത് ഈ പറയുന്ന പോലെ അന്നത്തെ ചാനലുമായിട്ട്, അതായത് ഫ്ലവേഴ്സ് ടിവിയിൽ ശ്രീകണ്ഠൻ നായർ സാറുമായിട്ടാണെങ്കിൽ ഇതുപോലെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ ചാനലിൽ നിന്ന് മാറാനെ കൊണ്ട് നിൽക്കുകയായിരുന്നു. ആ ഒരു ടൈമിലാണ് ഈ ഒരു ഇൻസിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഒരു പേയ്മെൻറ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് കുറച്ച് ഡിലേ കാര്യങ്ങളൊക്കെ ഓരോ ഷോയ്ക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഡിലേ കാര്യങ്ങളൊക്കെ പേർളി മാണി കാരണമായിട്ട് വരുന്നു. അങ്ങനെയൊക്കെ നിൽക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഈ ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞേക്കുന്ന ഒരു പോയിന്റിലോട്ട് ഞാൻ വരാം. ഇവിടെയാണ് എല്ലാവരും വിചാരിക്കുന്നത് പേർളി മാണി നിരപരാധിയാണ്, അല്ലെങ്കിൽ പേർളി മാണി പക്ക ഓക്കെ ആണെന്ന് വിചാരിച്ചേക്കുന്ന ഒരു സാധനത്തിലോട്ട് ഞാൻ വരുന്നത്. റീസെൻ്റ്ലി സം ഫാൾസ് നറേറ്റീവ്സ് റെഫ്യൂസ്ഡ് സജസ്റ്റിംഗ് ദാറ്റ് I denied a celebrity their visibility and platform to promote their work. I want to clarify that this is not at all true. She was misinformed and misled. Most importantly, anchors do not have the power to decide who appears as guest on a show. The guest list is entirely the show producer's decision. എക്സാക്ട്ലി ഈ പറയുന്ന പോലെ നമ്മളൊരു ഒരു ഓൺലൈൻ മീഡിയ ചാനൽസ് അങ്ങനെ എന്തെങ്കിലും പരിപാടി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഈ പറയുന്ന ഒരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ആങ്കറിന് ഈ ആൾ ആണ് നമ്മുടെ ഈ പറയുന്ന പോലെ ഗസ്റ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂ എടുക്കാതെ നമുക്ക് മാറി നിൽക്കാൻ പറ്റും. പക്ഷെ ഈ പറയുന്ന പോലെ സാറ്റലൈറ്റ് ചാനലിലോട്ട് വരുമ്പോഴത്തേക്കിന് എഗ്രിമെൻറ്റ് അതിനകത്ത് പക്ക സ്ട്രിക്റ്റ് ആയിരിക്കും. ആ ഒരു ഒറ്റ ഒരാളായിരിക്കും ആ ഒരു ഷോയുടെ ഫേസ് എന്ന് പറയുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും ഈ പറയുന്ന പേർളി മാണിക്ക് അങ്ങനെ ഒരു ഡിമാൻഡ് ചെയ്യാനെ കൊണ്ട് ചിലപ്പം പറ്റിയെന്ന് വരില്ല. എനിക്ക് ഇന്ന ആളെ എടുക്കാൻ പറ്റൂല എന്ന് പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പ്രോഗ്രാം പ്രൊഡ്യൂസറിൻ്റെ ഇത് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ ഡയറക്ടറാണ്. ഒരു TV ഷോയിലോട്ട് വരുമ്പോഴത്തേക്കിന് പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. ഷോ ഡയറക്ടർ എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന പ്രോഗ്രാം പ്രൊഡ്യൂസർ. ഓക്കെ, വിച്ച് ദേ ഹാഡ് ഷോൺ ദ കറേജ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഡിലേസ് ദാറ്റ് caused this young actor inconvenience instead of cowardly putting the blame on me. They not only lied but also created an unnecessary confusion between me and this innocent artist. ഓക്കെ, അപ്പം ഈ ഒരു അന്നത്തെ ആ ഒരു ഷോ പ്രൊഡ്യൂസർ, അതായത് അരുൺ ഗോപി എന്നാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. അന്നത്തെ ആ ഒരു ഷോയുടെ പ്രൊഡ്യൂസർ പുള്ളിയും ആ ഒരു ക്രൂവും കൂടെ ചേർന്നിട്ട് പേർളി മാണി ഒരു സാലറി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്മാറി, ഇപ്പോൾ പേയ്മെൻറ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്മാറിയപ്പോഴത്തേക്കിന് നേരെ പേർളി മാണിയെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് മെറീന പോലൊരു ആക്ട്രസിൻ്റെ അടുത്ത് നേരെ പോയി പറയാണ്, അല്ലെങ്കിൽ ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അന്ന് ഈ പറയുന്ന പോലെ മെറീന ഈ പറയുന്നൊരു ലേഡി സൂപ്പർ സ്റ്റാർ അല്ല. ഇന്നും മെറീന ഒരു ലേഡി സൂപ്പർ സ്റ്റാർ അല്ല. ഞാൻ മെറീനയുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ഫിലിമിൽ കുറേ ക്യാരക്ടേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് ആപ്റ്റാണോ എന്ന് ആൾക്കാരെ കുറച്ച് ബോധിപ്പിക്കാൻ വേണ്ടി ഈ
സിനിമയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന ചില ടൈപ്പ് ഫോട്ടോഷൂട്ട്സ് ഉണ്ട്. അത്തരം ഫോട്ടോഷൂട്ട്സ് ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്റ്റിൽ ഈ പറയുന്ന മറീന ഈ ഒരു മീഡിയയിൽ അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ സ്ട്രഗ്ലിംഗ് ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അത്രത്തോളം പറഞ്ഞ പോലെ ലേഡി സൂപ്പർ സ്റ്റാർ അത്രത്തോളം ഒന്നും എത്തിയിട്ടില്ലല്ലോ. അപ്പം ഇന്ന് 2024 എത്തിയിട്ടില്ല. അപ്പം ആ ഒരു 2017 മെറീനയുടെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ആലോചിക്കണം. അന്ന് അങ്ങനെ ഒരു ചെറിയൊരു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പേളിമാണിയാണല്ലോ പറഞ്ഞു എന്നുള്ളതാണല്ലോ പറയുന്നത്, ചെറിയൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ. അങ്ങനെയെങ്കിൽ ഈ ഒരു ചെറിയ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് എന്തിനാണ് പേളിമാണിനെ കുറിച്ച് ഇങ്ങനെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചെറിയ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് എന്തിനാണ് പറയുന്നത്? അങ്ങനെ പറയുന്നത് കൊണ്ട് എന്താണ് ഗുണം, എന്താണ്? അങ്ങനെ ഒരു പ്രൊഡ്യൂസറിൻ്റെ ആവശ്യം, അങ്ങനെ ഒരു പ്രൊഡ്യൂസർ പറയേണ്ട ഒരു ആവശ്യകത എന്താണ് ഒരു പ്രൊഡ്യൂസറിൻ്റെ? ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തു നിന്നുള്ള വരുന്ന മിസ്റ്റേക്കാണ്. ആൻഡ് ഇതിനകത്ത് 2 വശമുണ്ട്. ഇതിപ്പോൾ 3ാമത്തെ വശം കൊണ്ടുണ്ട്. അതായത് പ്രൊഡ്യൂസറിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കേൾക്കേണ്ടതാണ്. ആ ഒരു ഗോവിന്ദ് പറയുന്ന ആൾക്ക് പറയാനുള്ളൊരു ഭാഗങ്ങൾ ഉണ്ടായിരിക്കും, എന്താണ് ഇതിനകത്ത് സംഭവിച്ചതെന്നുള്ളത്. ഇപ്പം നേരെ പേളിമാണി നേരെ അമ്പെടുത്ത് വിട്ടേക്കുന്ന അങ്ങോട്ടേക്കാണ്. ഇനി അവിടെ നിന്നാണ് മറുപടി വരേണ്ടത്, ആരാണ് അല്ലെങ്കിൽ എന്താണ് ഇതിനകത്തുള്ള സത്യാവസ്ഥ എന്നുള്ളത്. ഇനി ബാക്കി വായിക്കുമ്പോൾ, ടു ദ ടാലൻറ്റഡ് ആക്ടർ ഇൻവോൾവ്ഡ് ഇൻ ദിസ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ്ലി I want to say that this I hold no grudge and only I only have love and respect for you. It's great to see women who are strong and being vocal about their experiences. I truly wish you all the happiness and success in the world. I hope you continue to shine brightly. Social media is a powerful platform and let's make it safe space for all. ഓക്കെ, നല്ല അടിപൊളി കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ പറയാൻ വിട്ടൊരു സാധനമാണ് ഈ ഒരു പാരഗ്രാഫിൽ, മൈ സൈഡ് ഓഫ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഈ ആദ്യം പറഞ്ഞ പാരഗ്രാഫിൽ പറയുന്നൊരു സാധനമായിരുന്നു. ഈ പറഞ്ഞാൽ ഞാൻ മറീനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പിന്നീട് മറീനെ ആണെങ്കിൽ കോൾ കട്ട് ചെയ്തു, പിന്നീട് ഇതിനകത്ത് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല, കൂടുതൽ ക്ലാരിറ്റി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പേളി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് പേളിമാണി നമ്മുടെ മറീനേനെ കോൺടാക്ട് ചെയ്തിട്ട് ഇത് സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ പറഞ്ഞ പോലെ മറീന കോള് കണക്ട് ചെയ്യുന്നില്ല, അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കേൾക്കുന്ന ഏതൊരാൾക്കും ഉൾപ്പുളകം കൊള്ളിക്കുന്ന സാധനം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്ട്രോങ് ആയിട്ട് ആ ഒരു ലേഡി തന്നെ ഇങ്ങനെ വന്ന് മുന്നോട്ട് പറയുന്ന അടിപൊളി കാര്യമാണ്. അതിനെ അപ്രിഷ്യേറ്റ് ചെയ്ത് പറഞ്ഞേക്കുന്ന ഒരു സാധനമാണ്. ഇത് ആത്മാർത്ഥതയോടു കൂടി പറഞ്ഞൊരു കാര്യമാണെങ്കിൽ എന്തായാലും പേളിമാണിക്ക് ഒരു അപ്രിസിയേഷൻ കിട്ടേണ്ട ഒരു കാര്യം തന്നെയാണ് ഇങ്ങനൊരു പോസ്റ്റ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ടിൻ്റെ താഴെ തന്നെ വന്നേക്കുന്നൊരു ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. പേളി എല്ലാ നെഗറ്റീവ് കമൻസും ഡിലീറ്റ് ആക്കുന്നു, ദ കമൻറ്റ് സപ്പോർട്ടിങ് മറീന. ഓക്കെ, അപ്പം പേളിമാണിയാണെങ്കിൽ ഈ പറയുന്ന പോലെ തൻ്റെ ചാനലിൽ വരുന്ന മറീനയെ സപ്പോർട്ട് ചെയ്ത് വരുന്ന കമൻസിന്, അല്ലെങ്കിൽ പേളിമാണിക്ക് നെഗറ്റീവായിട്ട് വരുന്ന കമൻസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഒരാളുടെ ഭാഗത്ത് തെറ്റുകൾ ഇല്ല എന്ന് അയാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് ഇത്തരം നെഗറ്റീവ് കമൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് അത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഇത്രമാത്രം നിങ്ങൾ ആലോചിക്കുക. തെറ്റൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കമൻസ് വരുന്നതിൽ എന്താണ് പ്രോബ്ലം? ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവർക്ക് ഇങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ഞാൻ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ഞാനിപ്പോൾ എന്താണ് ആരോട് എന്താണ് ബോധിപ്പിക്കാനുള്ളത് എന്നുള്ള ചോദിച്ചാൽ മതി, പ്രശ്നം തീർന്നില്ലേ? അങ്ങനെ തെറ്റുകൾ ഒളിപ്പിക്കാനുള്ള ആളുകൾക്ക് ചിലപ്പം ഈ പറയുന്ന പോലെ നെഗറ്റീവ് കമൻസ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ ഡിലീറ്റ് ആക്കേണ്ടതായിട്ട് വരും. എല്ലാ മനുഷ്യരും ഈ പറയുന്ന പോലെ തെറ്റും കുറ്റവും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ തന്നെയാണ് എല്ലാ മനുഷ്യർക്കും. അതൊന്നും ഒരിക്കലും മോശമായിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഹ്യൂമൻസ് ആണ്, നമുക്ക് ഇത്ര ഇമോഷൻസ് ഉണ്ടാവും, ഈഗോസ് ഉണ്ടാവും, ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഇങ്ങനൊരു തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നു കഴിഞ്ഞാൽ അതിനൊരു അപ്പോളജി പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രം കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബട്ട് ഇതിനകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോഴും പേളിമാണി വലിയൊരു തെറ്റ് ചെയ്തു എന്നോ ഒന്നും ഞാൻ അവകാശപ്പെട്ടോ അങ്ങനെ വാദിക്കോ കാര്യങ്ങളൊന്നുമല്ല. ബട്ട് ഇങ്ങനെ ഒരാളുടെ ഭാഗത്തുനിന്ന് തെറ്റുകളില്ലെങ്കിൽ എന്തിനാണ് ഇത്ര നെഗറ്റീവ് കമൻസ് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യകത എന്താണ്? ഇപ്പോൾ ഒരാളിട്ടേക്കുന്ന ഈ ഒരു കമൻറ്റ് മാത്രമല്ല, കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറയുന്നതായിട്ട് കേട്ടു, പേളിമാണി നെഗറ്റീവ് കമൻസ് ഒക്കെ സംഭവം ഡിലീറ്റ് ചെയ്ത് കളയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മറീനയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു പേളിയുടെ ഈ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. മാനിപ്പുലേഷൻ ഈസ് വെൻ ദേ ബ്ലെയിം യു ഫോർ യുവർ റിയാക്ഷൻ ടു ദെയർ ഡിസ്റെസ്പെക്ട്. ഓക്കെ, അതായത് ഈ പറയുന്ന പോലെ ഒരു ഡിസ്റെസ്പെക്റ്റ് മറീനയ്ക്ക് നേരിടേണ്ടതായിട്ട് വന്നു. ഈ നേരിടേണ്ടതായിട്ട് വന്നതിനെ റിയാക്ട് ചെയ്തപ്പോഴത്തേക്കിന് പിന്നീട് ഇതിനെ നമ്മുടെ മണ്ടയ്ക്ക് ആ റിയാക്ട് ചെയ്ത ആളുടെ അടുത്ത് തന്നെയാണെങ്കിൽ അവർ ബ്ലെയിം കൊണ്ടെത്തിക്കുന്നതിന് പറയുന്ന പേരാണ് മാനിപ്പുലേഷൻ എന്നുള്ള സാധനമാണ് മറീന പറഞ്ഞിരിക്കുന്നത്. അതായത് മറീന ഇപ്പോഴും ഈ പറയുന്ന ഈ സാധനത്തിൽ ഒരിക്കലും കൺവിൻസ്ഡ് അല്ല. ഓക്കെ, എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോഴാണ് ഈ ബി ഹെയർ എന്ന് പറഞ്ഞ ചാനലിൽ ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് വരുന്നത്. ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. എടാ ഞാൻ ആ റെസ്പോൺസ് കണ്ടു. ഞാൻ ആക്ച്വലി എനിക്ക് ഇന്നലെ മുതൽ ഇങ്ങനെ കോൾസ് വരുന്നുണ്ട് ഓൺലൈൻ മീഡിയന്നും അവിടെ നിന്നൊക്കെ. ഞാൻ ഒരാളെ കോളും എടുത്തിട്ടില്ല. ഒന്നാമത് എടാ ഞാനൊരാളുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം അവരുടെ കരിയർ വൈസുള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ വീഡിയോയോ അങ്ങനെ ചെയ്ത വീഡിയോ ഒന്നും അല്ല. കാരണം അലിഗേഷൻ വന്നപ്പോൾ ആദ്യം വേറൊരു ആങ്കറിനെയും കൂടെ അതിൽ ഇൻവോൾവ് ആയിരുന്നു പേര്. അപ്പം ഞാൻ ആകെ അയ്യോ ഞാൻ പറഞ്ഞത് അബദ്ധമായോ എന്ന് എനിക്ക് തോന്നിയിരുന്നു ഒരു പോയിന്റിൽ.
പക്ഷെ നമ്മുടെ അടുത്ത് ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നമ്മളത് പറയുമല്ലോ. അതിൽ പോലും ഞാൻ ആളുടെ പേര് ഒന്നും പറയരുത്, ഇൻസിഡന്റ് ഇതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയതാണ്. അപ്പം ആളിപ്പോൾ ഇങ്ങനെ ആളെന്നെ വിളിച്ചിരുന്നു. ആളെന്നെ സാനിഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്, എന്നെ ഡയറക്റ്റ് പോലും അല്ല വിളിച്ചത്. വിളിച്ചിട്ട് സംസാരിച്ച് കുറെ കൺവിൻസ് ചെയ്യാൻ നോക്കി. അപ്പൊ ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വളരെ ഫേക്ക് ആയിട്ടാണ് സംസാരിക്കുന്നത്, എനിക്ക് അങ്ങനെ തോന്നിയത്. വെച്ചാൽ ഓക്കെ, അപ്പം ഈ പറഞ്ഞ പോലെ പേർലി മാണി നേരിട്ടല്ല വിളിച്ചത്, സാനിഫ് എന്ന് പറയുന്ന ആളുടെ ഫോൺ ത്രൂ ആണ് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറയുന്ന പോലെ പേർലി മാണിക്ക് നേരിട്ട് തൻ്റെ ഫോണിൽ നിന്ന് നേരിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ പോരെ. ഇപ്പം വേറൊരാൾ ഇതിനൊരു ഇടനിലക്കാരൻ്റെ ആവശ്യകത എന്താണ്? പറഞ്ഞ പോലെ രണ്ടുപേര് തമ്മിൽ ഇവർ ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നേരിട്ട് കാണുമ്പോൾ ചിരിച്ച് കാണിക്കുന്ന രണ്ട് ആൾക്കാർ, പക്ഷേ പുറകിൽ ഇത്തരം ചില ഇൻസിഡൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇവർക്കിടയിൽ അങ്ങനത്തെ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ, ഇവർ നല്ല പ്യുവർ സോളായിട്ടുള്ള രണ്ടാളുകളാണെങ്കിൽ ഇതിനൊരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല, നേരിട്ട് കോൺടാക്ട് ചെയ്താൽ പോരെ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന പോലെ നെഗറ്റീവ് കമൻറ്റ്സ് എല്ലാം ഡിലീറ്റ് ചെയ്യുന്നു, മെറീനയ്ക്ക് സപ്പോർട്ട് ചെയ്ത് വരുന്ന കമൻറ്റ്സ് ഡിലീറ്റ് ചെയ്യുന്നു. അപ്പം നേരിട്ട് വിളിക്കാതെ ഈ പറയുന്ന പോലെ സാനിഫ് എന്ന് പറയുന്ന ഈ ആൾ ത്രൂ വിളിക്കുന്നു, ഇടയ്ക്കൊരു എന്താ പറയുക ഒരു മീഡിയേറ്ററിനെ നിർത്തിയിട്ട് സംസാരിക്കുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്താണ്? നമ്മുടെ ഭാഗത്ത് തെറ്റുകളില്ല നമുക്ക് അത്രത്തോളം ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റ് നമ്മുടെ ഭാഗത്ത് സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്തിനാണ് ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യം? എന്താണ്? നമ്മൾ ഡയറക്റ്റ് വിളിച്ചാൽ പോരെ. പിന്നെ വേറൊരു കാര്യം മെറീന പറഞ്ഞതിൽ എനിക്ക് കുറേ ഓൺലൈൻ മീഡിയാസ് വിളിക്കുന്നുണ്ട് ഇങ്ങനെ ഈ ആദ്യം പറഞ്ഞ കുറച്ച് സാധനത്തിൽ എനിക്ക് തോന്നുന്നു വേറൊരു സാധനം എന്ന് വെച്ചാൽ ഇത്ര 2017 നടന്നൊരു കാര്യമാണ്. ഇപ്പം വന്നിട്ട് ഈ ലാസ്റ്റുള്ളൊരു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ദാറ്റ്സ് ഓക്കെ. അതിനുശേഷം ലാസ്റ്റ് ഈ റീസെൻ്റ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറയുമ്പോഴും അതൊരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് പറയുന്നതാണോ എന്ന് നമുക്ക് ചിലപ്പം സംശയിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യങ്ങളുണ്ട്. അതുകൂടെ നമ്മൾ ഇവിടെ ഒന്ന് വെച്ചേക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ചേക്കുക. ചിലപ്പോൾ നാളെ മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ്. അപ്പോൾ ബാക്കിയും കൂടെ കേൾക്കാം. ഞാനിത് ഫ്ലവേഴ്സിൽ കട്ടറുമ്പ് എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു. ഈ കട്ടറുമ്പ് എന്ന് പറഞ്ഞ ഷോയിൽ ഫസ്റ്റ് വിളിക്കും, ഫസ്റ്റ് വിളിച്ച് ക്യാൻസൽ ചെയ്യും, രണ്ടാമത് വിളിച്ച് ക്യാൻസൽ ചെയ്യും. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ഇങ്ങനെ ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്താൽ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് മൂന്നാമത് ഞാൻ വരുമ്പോഴേക്കും അതിൻ്റെ ആങ്കർ മാറിയിരുന്നു. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ പുള്ളിക്കാരിയാണ് ഹോസ്റ്റ് ചെയ്തതെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാനപ്പോൾ ആ സമയത്ത് വരുന്ന സമയത്ത് ഈ ചാനൽ ചീഫ്, ചാനലിൻ്റെ ഓണർ ശ്രീകണ്ഠൻ നായർ സാറും പുള്ളിക്കാരിയും തമ്മിൽ എന്തോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ട് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഈ ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു വിൽസൺ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ പറയുന്നത്. അന്ന് സ്വാസികയുണ്ട് അവിടെ. അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത്, ഈ പുള്ളിക്കാരിക്ക് എന്നോട് ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. അതിനുശേഷം ഞാൻ അവളോട് ചോദിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാനോ ഒന്നും പോയിട്ടൊന്നുമില്ല. പക്ഷേ പുള്ളിക്കാരി പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇതായിട്ട് പെരുമാറും, ഡിഫറെൻ്റ് ആയിട്ട് പെരുമാറും. ഒരു കല്യാണമൊക്കെ വിളിച്ചു തന്നെ. സത്യത്തിൽ എൻ്റെ കല്യാണം അങ്ങനെ വലിയ ഒന്നല്ല വിളിച്ചത്, പക്ഷെ ഞാൻ ചുമ്മാ പോയി. എനിക്ക് അവരോട് കുഴപ്പമൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അല്ലാതെ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല, അറ്റ്ലീസ്റ്റ് അവർ അങ്ങനെ വിചാരിച്ചോട്ടെ, എനിക്ക് അവരോട് ഒരു പ്രശ്നമില്ല എന്ന്. അതാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിൽ നിന്ന് പോകുമല്ലോ എന്ന് അങ്ങനെ വിചാരിച്ചിട്ട് അതിനൊക്കെ പോയത്. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞു. അപ്പം ഇവരുടെ അടുത്ത് ഇപ്പം എന്താണെന്ന് എനിക്കത് മനസ്സിലായില്ല. അത് സംഭവങ്ങളൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. ഓക്കെ, അന്ന് ഈ കല്യാണത്തിനൊക്കെ പോയി സംഭവങ്ങൾ ഇതെല്ലാം പ്രശ്നങ്ങൾ മാറുന്നെങ്കിൽ മാറിക്കോട്ടെ എന്ന് വിചാരിച്ച് പോയിട്ടുള്ളതാണെന്ന് പറയുന്നു. ലാസ്റ്റ് ആ ഒരു ഇൻ്റർവ്യൂവിൽ മറീന പറഞ്ഞേക്കുന്നത് പിന്നീട് നേരിട്ട് കാണുമ്പോൾ ചിരിച്ച് കളിച്ച് കാണിക്കുന്ന ആൾക്കാരാണെന്ന് പറയുന്നു. പിന്നീട് ഇത് അതിനൊരു ക്ലാരിറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, എന്നെ ഫോണിൽ വിളിച്ച സമയത്താണെങ്കിലും ഞാൻ ഇവർ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഞാൻ ഒരിടത്ത് റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് നിങ്ങളോട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ എനിക്കിങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. പിന്നെ എനിക്കത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇവർ തന്നെ വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. കാരണം മുംബൈ ടാക്സ് ചെയ്തൊരു പടത്തിൽ അവരായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത്. അതിനുശേഷം അത് എന്നെ ആക്കിയപ്പോൾ അവർക്ക് അത് ഭയങ്കര മാനസികമായ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലാവും, അതൊക്കെ മനുഷ്യ സഹജമാണ്, അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, ആ ഏജിന്റെയും എല്ലാം ആണ്. അതൊക്കെ പോട്ടെ, ഒരു കുഴപ്പം. അത് ശരിയാണ് കേട്ടോ. ഇപ്പം നമ്മളവരുടെ സ്ഥലത്ത് കാസ്റ്റ് ചെയ്തിട്ട് നമ്മളെ മാറ്റിയിട്ട് വേറൊരാളെ ആക്കുമ്പോഴത്തേക്കിന് സ്വാഭാവികമായിട്ടും ഇത്തരം ചില ആർട്ടിസ്റ്റുകൾക്ക് ഈ പറയുന്ന ഈഗോ അവിടെ വർക്കൗട്ട് ആവും. ഓക്കെ, ആ സെയിം സാധനം തന്നെ മെറീനയുടെ അടുത്ത് കാണിച്ചെന്ന് പറയുമ്പോൾ എനിക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഞാൻ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം ലാസ്റ്റ് ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാനും അവിടുത്തെ പ്രോഗ്രാം പ്രൊഡ്യൂസർ കം ആങ്കറായിട്ടായിരുന്നു അവിടെ വർക്ക് ചെയ്തിരുന്നത്. അപ്പം നമുക്കവിടെ ഞാൻ പറഞ്ഞല്ലോ മേയർ ഖദീർ റഹ്മാൻ ഉണ്ടായിരുന്നു അവിടെ. ഈ പറയുന്ന പോലെ ഒരു നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു സിനിമയുണ്ട് പണ്ടത്തെ, ആ സിനിമയിൽ അഭിനയിച്ച ഒരുത്തനാണ്. അവൻ്റെ വിചാരം എന്ന് വെച്ചാൽ അവൻ ഏതോ മമ്മൂട്ടിയോ മോഹൻലാലോ ആണെന്നുള്ളതാണ്. അപ്പോൾ അവിടോട്ട് കുറച്ച് ആൾക്കാർ വരുമ്പോഴത്തേക്കിന്, ഇപ്പോൾ ഓരോരോ പുതിയതായിട്ട് സ്റ്റാഫുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ അവിടെ ഓരോ ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്കിന് ഇവനെ ആർക്കും അവിടെ ഒരു പട്ടികുഞ്ഞു പോലും ഇവനെ അറിയത്തില്ല. അപ്പോൾ ഞാൻ ഒരിക്കലും ഇത് അഹങ്കാരമായിട്ടോ എന്നെ പൊക്കി പറയുന്നതൊന്നും അല്ല, അവിടെ നടന്ന സംഭവങ്ങളാണ്. അന്ന് എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത ആളുകൾക്ക്, എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് ഞാൻ പറയുന്നത്. അപ്പം അവിടെ വരുമ്പോഴത്തേക്കിന് നമ്മൾ ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാം ത്രൂ കുറച്ച് ആളുകൾക്ക് നമ്മളെ അറിയുന്നുണ്ട്. പിന്നെ നമ്മൾ ഇൻ്റർവ്യൂസ് എടുക്കാൻ പോകുന്ന അങ്ങനെ ത്രൂ കുറച്ച് ആൾക്കാർ വരുമ്പോൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവനെ ആൾക്കാർ അങ്ങനെ തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ ഇവനെ മനസ്സിലാവുന്നില്ല. ഇവൻ തന്നെ അങ്ങോട്ട് പോയിട്ട് പറയുകയാണ് ഞാൻ ഇന്ന പടത്തിൽ ഇന്ന ആളാണ്, ആ പടത്തിൽ ഇതാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ.
നമ്മൾ അങ്ങനത്തെ ഒരു ടോക്കിന് പോലും നമ്മൾ പോകാത്ത ഒരാളാണ്. അപ്പം ഇങ്ങനെ ഒരു റെക്കഗ്നീഷൻ എനിക്ക് വരുമ്പോഴത്തേക്കിന് ഇവനത് നല്ല രീതിയിൽ പൊളിഞ്ഞിട്ട് ഇവൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ അവിടം തൊട്ട് ഇവന് പൊളിഞ്ഞിട്ട് എന്നെ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടി മാക്സിമം ഇവൻ കുറേ കളികൾ കളിച്ച്. അന്ന് എൻ്റെ ഒപ്പം നിന്ന ആളുകൾക്കൊക്കെ അറിയാം. അപ്പം ആ കളികളൊക്കെ കളിച്ച് അപ്പം ഇത്രയേ ഉള്ളൂ. ഈ ചെറിയൊരു ആൾക്കാർ ഇങ്ങനെ തിരിച്ചറിഞ്ഞതിൻ്റെ പേരിലൊക്കെ ചെറിയ കാര്യത്തിനാണ് അവനെ ആ ഒരു ഈഗോ കാണിച്ചിരിക്കുന്നത്. അവനൊന്നും അല്ലാത്തൊരു പൊട്ടനായിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ, ഇതുവരെ ഒന്നും അത്രത്തോളം എസ്റ്റാബ്ലിഷ് ആവാത്ത ഒരു കിണയാണ് അവൻ. ഓക്കെ, അവനത് അത്രത്തോളം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വലിയ ആർട്ടിസ്റ്റായിട്ടുള്ള ആളുകളിൽ നിന്ന് നമുക്കത് പ്രതീക്ഷിക്കാം. പേളിമാനി അങ്ങനെ ചെയ്തു എന്നോ ഇല്ലാന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അത് പേളിമാനിയുടെ ഒരു സൈഡും കൂടെ ഉണ്ടാവാം. ഓക്കെ, ബട്ട് ഇതിനകത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവാം. ഇങ്ങനത്തെ ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു കാസ്റ്റിങ്ങിൻ്റെ ഒരു മാറ്റമൊക്കെ വരുമ്പോഴത്തേക്കിനും അത് വലിയ പ്രശ്നത്തിലോട്ട് എത്തിക്കാം. ഈവൻ എനിക്കുണ്ടായിട്ടുള്ള ഒരു ചെറിയ ഇൻസിഡൻറ്റിൽ ഇത്രത്തോളം അവൻ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവന് പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വലിയൊരു ഫീൽഡിലോട്ട് വരുമ്പോഴത്തേക്കിന് ആളുകൾ എത്രത്തോളം പൊളി എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പക്ഷെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സംസാരിച്ചിട്ട് ഞാനിത് എനിക്ക് വിശ്വാസം വന്നില്ല. കാരണം എന്നോട് ആദ്യം പറഞ്ഞത് സാറുമായിട്ട് പ്രശ്നമൊന്നുമില്ല, ശ്രീകണ്ഠൻ സാറുമായിട്ട് ഒരു പ്രശ്നമില്ല എന്നാണ് പുള്ളിക്കാരി പറയണത്. അപ്പൊ തന്നെ എനിക്ക് തോന്നി അത് സത്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓക്കെ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം വിശ്വസിച്ചു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ ആണല്ലേ, ഓക്കെ പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച്. എന്നിട്ട് അവസാനം പുള്ളിക്കാരി എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ വൈൻഡപ്പ് ചെയ്തത്. ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ലായിരുന്നു, ഐ ഡി ഈവൻ ന്യൂ ദാറ്റ് യു എക്സിസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടാണ് വെച്ചത് പിന്നെയും ഫോൺ. എനിക്കതിനും പരാതിയും കാര്യങ്ങളൊന്നുമില്ല. ആൾക്കാർ ഞാൻ നിന്നോട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഇത് പറയുന്നതെന്ന് വെച്ചാൽ എനിക്കിതൊന്നും ഞാനിത് വേറൊരു പേഴ്സണൽ അടുത്ത് ഒരു മീഡിയയിലെ ഒരു ക്യാമറയുടെ മുമ്പിലൊന്നും ഇരുന്ന് പറയാനോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല ഇതിനെപ്പറ്റി. കാരണം എനിക്ക് ആളുടെ പേരും പറയണ്ട, എനിക്ക് ഒരു കാര്യങ്ങളും ഇനി ഫെർദർ ഡിസ്കസ് ചെയ്യേണ്ട, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമല്ല. ഇപ്പം എല്ലാവരും പ്രായം ഒക്കെ മാറി. ഷീ വാസ് ഇൻ 20s നടക്കുമ്പം, അപ്പോൾ ഷീസ് ഇൻ 30s now. അപ്പോൾ അതിൻ്റെ ഒരു മെച്യൂരിറ്റി വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതല്ലാന്നുണ്ടെങ്കിലും ഐ ഹോപ്പ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം ബെറ്റർ ആവും എന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരു ഇന്റൻഷനേ ഉണ്ടായിരുന്നില്ല ഒരാൾക്കിട്ട് പണി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ ഇതാവണം എന്നുള്ളത്. ഐ ഓൾവേസ് വാണ്ടഡ് ടു മേക്ക് ഹർ ഫീൽ ലൈക്ക് എനിക്ക് അവരായിട്ട് ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് പിന്നീട് കാണുമ്പോൾ സംസാരിച്ചതും ഒക്കെ. അപ്പം എനിക്കറിയില്ല, എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പോലെ എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പം ലാസ്റ്റ് ഈ ഒരു കോള് വിളിച്ചിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കിന് പിന്നെയും ഈ പറയുന്ന പോലെ അപമാനിച്ചിട്ടാണ് ഇതുപോലെ വെക്കുന്നത്. ഐ എം സ്റ്റിൽ എക്സിസ്റ്റിംഗ് എന്നോ ഇങ്ങനൊക്കെ ഒരു സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വെച്ചേക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ടോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് പിന്നീട് ഇപ്പുറത്തെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ഇങ്ങനൊരു കാര്യം സംസാരിക്കുന്നത്. ഓക്കെ, കാര്യം ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ക്ലാരിറ്റി രണ്ട് കൂട്ടരും വന്നിട്ട് അവർക്ക് പറയാനുള്ള ഇപ്പോൾ പേളിമാണി ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇതിട്ട് എന്നുള്ളതല്ലാതെ ഒരു ക്ലാരിറ്റിയിൽ അവർ പറയേണ്ടതായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഓക്കെ, ഇത് പറയാത്ത പക്ഷം ഈ ഒരു സാധനം കണ്ടിട്ട് പേളിമാണി അടിപൊളി പൊളി കിടുക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ മെറീൻ പൊളി കിടുക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇറ്റ്സ് റിയൽ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ ഒരു ഫിലിം ഫീൽഡിലോട്ട് വരുമ്പോഴത്തേക്കിന് അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ സാധനത്തിലോട്ട് അവർ പോകും. നിങ്ങൾ ഈ കാണുന്ന ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന ആരാധന തോന്നുന്ന നിങ്ങളുടെ വിഗ്രഹങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന പല മുഖങ്ങളും ഓൺലൈൻ മീഡിയയിലാണെങ്കിലും ഫിലിം ഫീൽഡിലാണെങ്കിലും നിങ്ങൾ വിഗ്രഹങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന പല മുഖങ്ങളും അല്ലെങ്കിൽ അവരുടെ ആ ഒരു യഥാർത്ഥ മുഖം അറിയുമ്പോഴത്തേക്കിന് ആ വിഗ്രഹങ്ങളെല്ലാം ഉടഞ്ഞ് വീഴും. ഓക്കെ, പിന്നെ ഇത് ഇപ്പം പേളിമാനായിട്ട് ഇങ്ങനെ ഒരു വളരെ മെച്ചോർഡായിട്ടുള്ള ഒരു പോസ്റ്റ് വന്നപ്പോഴത്തേക്കിന് എല്ലാവരും വിചാരിക്കുന്നത് പേളിമാണി ഈസ് റൈറ്റ്, മെറീൻ എന്താണ് ഇപ്പം അറ്റൻഷൻ സീക്കിന് വേണ്ടി പറയുന്നതാണ്. അപ്പം ആ ഒരു സാധനങ്ങളുണ്ട്. കാര്യം 2017 നടന്നൊരു കാര്യം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതിനെ വന്ന് പറയുമ്പോഴത്തേക്കിന് ചിലപ്പോൾ ഒരുപക്ഷെ അതിങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. കാര്യം നമ്മുടെ ലൈഫിൽ ഈ ഒരു എന്താ പറയുക, നമ്മുടെ കരിയറിൽ നമ്മുടെ ഒരു ജോലി നിഷേധിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ശരിക്കും പൊളിയും. ഞാൻ ഈ പറയുമ്പോഴത്തേക്കിന് ഞാൻ മുമ്പ് ഒരു ഷോയിൽ നമ്മളെ കാസ്റ്റ് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ അതിൻ്റെ ഫേസ് ഓഫ് ദ ഷോ നമ്മളാക്കിക്കൊണ്ട് ചെയ്തേക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ബട്ട് ആ ഒരു ടൈമിൽ എൻ്റെ മുകളിൽ നിന്ന ആൾ നല്ല രീതിയിൽ എന്നെ ഒരു എന്താ പറയുക, എന്നെ ഒരു അടിമയായിട്ട് കാണുന്ന രീതിയിലൊരു പരിപാടി കാണിച്ചു. അപ്പം ഞാനാണെങ്കിൽ നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ബ്രേക്ക് ചെയ്യുന്നു എന്ന് തോന്നുന്നൊരു സിറ്റുവേഷനാണ്. ഞാൻ ഈ തുടക്ക സമയത്താണ് ഈ ഒരു മീഡിയ ഫീൽഡിലോട്ട് വരുന്ന ഈ തുടക്ക സമയത്താണ്. അപ്പം നമ്മളൊരു സെൽഫ് റെസ്പെക്റ്റ് ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ള ഇത് എനിക്ക് തോന്നിയപ്പോഴത്തേക്കിന് എനിക്ക് ശരിക്കും പൊളിഞ്ഞ് ഞാൻ നല്ല രീതിയിൽ റിയാക്ട് ചെയ്തു. എനിക്ക് ഈ പരിപാടി പറ്റൂല, നടക്കൂല പരിപാടി എന്ന് ഞാൻ പറഞ്ഞു. അവസാനം നമ്മളെ മാറ്റിയിട്ട് പകരം വേറൊരാളെ അവിടെ കൊണ്ടാക്കിയിട്ട് അയാൾ ഒരു 6 മാസത്തോളം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു പർട്ടിക്കുലർ സംഭവം വന്നിട്ട് ഒരു ടോപ്പിക്ക് വന്നിട്ട് അയാൾ അത്യാവശ്യം നല്ല പൊങ്ങി വൈറലായി ഭയങ്കര സെൻസേഷനായി. ആ ഒരു ടൈമിൽ ഞാൻ പേര് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനതൊന്നും ഇവിടെ പറയുന്നില്ല, കാര്യം എൻ്റെ പേരിൽ ഞാനൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പം ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അന്ന് എൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നതുകൊണ്ടും ഞാൻ ഒരാളുടെ മുന്നിലും കുമ്പിട്ട് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലടേ.
എനിക്ക് ഒരു നിലപാടില്ലാത്തവനായിട്ട് മാറാനോ അല്ലെങ്കിൽ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തവനായിട്ട് മാറാനോ എനിക്ക് താല്പര്യമില്ല. അതിൻ്റെ പേരിൽ തന്നെയാണ് ഞാൻ ഇന്ന് ഒരു എന്താ പറയുക ഈ ഒരു ഫീൽഡിൽ ഒന്നും ആവാതെ പോയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഇഷ്യൂവിൽ പറയുമ്പോഴത്തേക്കിന് നിങ്ങൾ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന രണ്ടാളുകളാണ്, ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകളാണ്. ഇത്തരം ആളുകൾക്ക് ചിലപ്പോൾ പലപ്പോഴും ഈ പറയുന്ന പോലെ ക്രിറ്റിസിസംസ് അവർക്ക് നേരെ വരുമ്പോഴത്തേക്കിന് അത്ര അങ്ങോട്ട് അവർക്ക് ദഹിച്ചു എന്ന് വരില്ല. ഓക്കെ, അവർ പലപ്പോഴും പല ആളുകൾക്കും ഇത്തരം ക്രിറ്റിസിസംസ് സ്വീകരിക്കാനെ കൊണ്ടൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവാറുണ്ട്. ബെറ്റർ നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുക, അതിനൊരു അപ്പോളജി പറയുക. ഇറ്റ്സ് എ ഹ്യൂമൻ തിങ്. നമ്മളെല്ലാ മനുഷ്യനും ഉണ്ടാവുന്നതാണ് ഇത്തരം മോശവശങ്ങളുണ്ട്. എല്ലാ മനുഷ്യർക്കുള്ളതാണ് മോശവശങ്ങളുണ്ട്, നല്ല വശങ്ങളുണ്ട്. ഓക്കെ, അത് നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ പേളിമാണി വലിയൊരു തെറ്റ് ചെയ്തു എന്ന് ഞാൻ ഇപ്പോഴും അവകാശവാദം പറയുന്നില്ല. കാര്യം ഇതിന് ഇപ്പോഴും സത്യാവസ്ഥ എന്ന് പറയേണ്ടത് അന്നത്തെ ഒരു പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസറാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടൊരു സാധനം അരുൺ ഗോപി എന്നാണ്. പിന്നീട് മെറീന പറയുന്നത് വേറൊരാളുടെ പ്രൊഡ്യൂസർ എന്നുള്ള പേര് വേറൊരാളുടെയാണ് പറയുന്നത്. അപ്പം അതിനൊരു ക്ലാരിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആ ഒരാൾ വന്ന് പറയണം. പിന്നെ ഞാൻ ഇത്രേ പറയുന്നൂടെ, ഒരാളെ നമ്പരുത്. സോഷ്യൽ മീഡിയ ഫേസാണ്, ഒരാളെ നമ്പരുത്. സീരിയസ് ആയിട്ട് പറയുകയാണ്.